ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഛർദിലും കാര്യങ്ങളൊക്കെ നല്ലോണം കുറവുണ്ട്, ഗുളിക തിന്നുന്നുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് മൃദുല നല്ല ആക്റ്റീവ് ആട്ടോ, അല്ലെങ്കിൽ എവിടെയും ചുരുണ്ടുകൂടി കിടപ്പാണ് സത്യം പറഞ്ഞ. പുറത്തൊന്നും പോക്കില്ലായിരുന്നു. അതെ അതെ, റെസ്റ്റ് ആണ്. അതെ, ഇത്ര ദിവസം മഴയാണ്, അതുപോലെ തന്നെ മൃദുലയ്ക്ക് വയ്യാത്തത് കൊണ്ട് നമ്മളൊന്നും പോക്കില്ല. നമുക്ക് ഇതായതിനു ശേഷം നമ്മൾ കറക്കം തീർന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാറും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകുന്നതാണ്. നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു 4-5 മാസം ആവട്ടെ. നിനക്ക് വയ്യല്ലോ, ഞങ്ങള് പോട്ടേന്ന്. പക്ഷെ ഞാൻ ഇല്ലാതെ പോത്തില്ലെന്ന് എനിക്കറിയാം. അയ്യോ, ഞങ്ങളെ ആക്ച്വലി നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നീ ഇല്ലാതെ. ബാങ്കോക്ക്, തായ്ലാൻഡ്. അമ്മ ജോലിയൊക്കെ ഒതുക്കി അതാണ്ട് മല്ലിയും മുളകൊക്കെ എടുത്ത് വെളിയിൽ ഉണക്കായിട്ടുണ്ട്. എന്തൊരു മഴയായിരുന്നില്ലേ ഇത്, മഴയാ. എടാ കൊച്ചു, ഇതിട് മറ്റേ ബമ്പോണൊട്ടിക്ക്. കഴിച്ച് നമ്മള് കാറിനകത്ത് ഒട്ടിച്ചില്ലായിരുന്നു കേട്ടോ, നമ്മളിപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. മറ്റേ കാറിന് ഇതിപ്പോ ഒരു സ്റ്റിക്കറേ ഉള്ളൂ, ഒരെണ്ണം കൂടി വാങ്ങണം, എന്നിട്ട് മറ്റേ കാറിലും കൂടി ഒട്ടിക്കണം കേട്ടാ. ഈ ബമ്പോൺ ബോർഡ്. ഇനി ബേബി വരുമ്പം ബേബി ഓൺ ബോർഡ്. എങ്ങനെയുണ്ട് ഇപ്പൊ? എൻജോയ് ചെയ്യുന്നുണ്ടോ പ്രഗ്നൻസി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഛർദിലില്ലാത്തപ്പോ ഞാൻ അറിയത്തേ ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഛർദിലും ചുമയൊക്കെ ആയതുകൊണ്ട് രാത്രി ഇരുന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുകയോ തടവൊക്കെ എഴുതി ഡ്യൂട്ടി. ഇപ്പം കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് കുറച്ച് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. എനിക്കും കൊച്ചിനും ഡ്രസ് എടുത്തിട്ട് കുറെ നാളായി. വെക്കാണ് ബംപ് ഓൺ ബോർഡ്. യെസ്, അകത്തൊക്കെ അട്ടിച്ചാതി. ആ കറക്റ്റ്. ഇനി മറ്റേ കാരണത്തും കൂടി ഒരെണ്ണം വാങ്ങണം, കാരണം അതിനകത്താണ് നമ്മൾ കൂടുതലും ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഗൈസ്, അപ്പോൾ അതായത് നമ്മൾ മിഞ്ചി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അന്ന് മുതലേ മിഞ്ചി ഇപ്പം കിട്ടും, നാളെ കിട്ടുമെന്നും പറഞ്ഞോണ്ടിരുന്നേ. ഫൈനലി മിഞ്ചി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എനിക്കോ ഒരെണ്ണം അമ്മയ്ക്കോ പറഞ്ഞു, പക്ഷെ അമ്മ പറയുന്ന 2 കാലിൽ ഇടണോ. അരകല്ലിന്റെ മണ്ടയിൽ വെച്ചിട്ടില്ല. അയ്യോ, എന്ന് പഠിച്ചതൊക്കെ എനിക്ക് വയ്യ, എനിക്കോലും അറിയത്തില്ലായിരുന്നത്. അരകല്ലിന്റെ മണ്ട വെച്ചാ ഇടേണ്ടിയെന്ന്. ഇതൊരു ചമ്മന്തി അരിക്കാൻ പോണം, അരകല്ലിന്റെ മണ്ട എടുത്ത് വെച്ചിട്ട്. ഭർത്താവിന് ദീർഘായുസ്. ഓ നന്നായി ബാ. ബ്ലാക്കും വൈറ്റും നമുക്കുണ്ടല്ലോ, എത്ര എടുത്താലും മുഴുക്കത്തില്ല. സ്റ്റൈല് കൂടുതലാണല്ലോ. ഓ മൃദുല, വൈറ്റും ബ്ലാക്കും ഇല്ല. നമ്മള് തോനെ നേരം എടുത്താ അവള് പെട്ടെന്ന് എടുത്തില്ലടാ. 2-2.5 മണിക്കൂർ. തള്ളു. എനിക്ക് എടുക്കാനാണ് വരുന്നെങ്കിൽ 2 എണ്ണത്തിനെ മോന്തങ്ങ് മാറും. എന്റെ ഓക്കെ, പക്ഷെ ഇവ എടുത്തു തരും, അത് പറയല്ലേ. ഇവ എത്ര നേരമായി പറയണോടി. കണ്ടാ പറയുന്ന കണ്ട. മൃദുല കാറിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ, സുഖമായിട്ടുള്ള ഉറക്കം. വീട്ടിലെപ്പോഴും നമ്മളങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ചടഞ്ഞു കൂടി ഇരിക്കരുത്. നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങണം അല്ലേ. കൊച്ചു ഒന്നിനൊക്കെ പോയിട്ട് വന്നു. നീ എവിടെ ജെൻസി തന്നെ കയറിയത്? ആ തന്നെ. അല്ലല്ല, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഇവിടുത്തെ മട്ടൻ ബിരിയാണി സൂപ്പറാണ്, പക്ഷേ മട്ടൺ ഇല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈനാപ്പിളും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാത്ത നോർമൽ നമ്മളെ കല്യാണ ബിരിയാണിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണി ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി. അതും വലിയ അരിയായ എനിക്ക് ഇഷ്ടമല്ല, കുഞ്ഞരി. അപ്പോൾ നമ്മൾ 2 പൊരി നിന്റെ അണ്ണാകെ കുത്തി കേട്ടറ പൊരി. പോടാ വാഴേ, മുതുവാഴേ. ഇവനൊരു കിലോ പൊരി, ഇവനൊരു പുണ്ണാക്കണ്ണ, ഇവന് പുണ്ണാക്കണ്ണ. ഓക്കെ പഴത്തൊലിട്ടതല്ലേ ഒന്ന് പറയല്ലേ, പറയടാ. തോറ്റ് കണ്ട തോറ്റവന്റെ മുഖം നോക്കി തോറ്റ്. ഇവന്റെ ഈ ചാണ കളി കേട്ടിട്ട് ബാക്കി ഇരുന്ന് ഫുഡ് കഴിച്ചു. അളിഞ്ഞ മോന്ത കണ്ടിട്ട് അല്ലല്ല, തലേ കൈ വെച്ച് തോന്നുന്നു. വെള്ളം കുടിയടാ, ചൂടുവെള്ളം കുടി. ക്ഷീണം മാറില്ല. നേരത്തെ നമ്മൾ ഈ കട വരുമ്പോൾ ഇഷ്ടം പോലെ ആളായിരുന്നു, ഇപ്പൊ ആരുമില്ല. എന്താ നമ്മളിവിടെ വരുന്നോണ്ടാണ്. 6 മണിയാവാറായി, പിന്നെ ആരെങ്കിലും ബിരിയാണി ഇന്ന വരുമോ? ഉച്ചക്കൊക്കെ വരും ആൾക്കാർ. പാതിരാത്രി ബിരിയാണി ഉണ്ടെന്നുണ്ട്. ബിരിയാണി ഒന്നും
പക്ഷെ ബിരിയാണിക്ക് അങ്ങനെ സമയമൊന്നുമില്ല, എപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഡോക്ടർ എന്തോ പറഞ്ഞ കൂടെ കൂടെ ഒറ്റയടിക്ക് നല്ലോണം ക്വാണ്ടിറ്റി ആയിട്ട് ഛർദിക്കാൻ വരുന്ന നമുക്ക് അസിഡിറ്റി ഉണ്ടാവുന്നത് കുറേശ്ശെ ഇച്ചിരി അത് അവർക്ക് രണ്ടുപേർക്കും, എനിക്ക് ഒറ്റയ്ക്ക്. എൻജോയ്. ഒരു തീറ്റിപ്പണ്ടാരോ ചെമ്പോടെ എടുത്തോണ്ട് കൊടുക്കും, ചെമ്പ്. അല്ലെങ്കിൽ ഇപ്പൊ കൊതി വിട്ട് നാറ്റി ഒരു മനുഷ്യൻ ഈ കിടക്ക് എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് നിന്റെ ബിരിയാണി വേണ്ട. മുളങ്ങെന്ന് പറയുന്നത് കഴിക്കുന്ന അതാ ചൂട്. ഞാൻ പറഞ്ഞില്ല വേറെ ഐറ്റംസ് ഒന്നുമില്ല, നല്ല നെയ്യ് ഒഴിച്ച അടിപൊളി. കഴിച്ചു തരാം. ഇറങ്ങാൻ പറ്റൂല ഗായ്സ്, ഭയങ്കര തിര ഗായ്സ്. നമ്മളിത് കടപ്പുറം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒടുക്കത്തെ തിര കേട്ടോ, ഭയങ്കര തിര. അന്ന് നമ്മൾ വന്ന ഓർമ്മയുണ്ട, അന്ന് നമ്മൾ മറ്റേ കാർ ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ വന്നായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഇറങ്ങായിരുന്നു, ഇവിടെ എല്ലാവരും ചീട്ട് കളിച്ചോണ്ടിരിക്കുക, ഇറങ്ങിയൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് തിര ഇഞ്ഞ് കയറി നോക്കുക ഗായ്സ്. മഴയുള്ളതുകൊണ്ടായിരിക്കും. അതാ ഈ മഞ്ഞുരുവുന്നതാണ്. മഞ്ഞുരുവുമ്പോഴാണ് സാധാരണ വെള്ളം കൂടുന്നത് കടലിൽ. മഴ പെയ്യുന്നുണ്ടോ, വെള്ളം കൂടിയില്ലേ കടലില്. എന്തോടെ മഞ്ഞാണോ അതോ തിര അടിച്ചതിന്റെ സംഭവമാണോ? തെരഫോഗ്. അതെന്തൊരു സാധനം? തെരഫോഗ് കേട്ടിട്ടില്ലേ? തെരഫോഗ് അതെന്തൊരു ഫോഗ്? തെരഫോഗ് ഉണ്ണിയേട്ടനും സരയും ആദ്യം നോക്കല്ലേ നിങ്ങൾ തൗത്യം കിട്ടാന്നു. അമ്മയോട് എന്താ പറയാനുള്ളത്? ഒരു ഓംപ്ലേറ്റ്, ഒരു സമൂസ, ഒരു വട. വടയിൽ ചമ്മന്തി ഒഴിച്ചിട്ട് നീ തിന്നിട്ട് പോയാ മതി. ഇവിടെ തരും. ചിരിച്ചാ അതിന്? ചിരിച്ചാ നീ? ചിരിച്ചാ കോമഡി? ഞാൻ ചിരിച്ചില്ല, ചിരിച്ചണക്ക് തോന്നി. ഏകാന്തന്റെ വിഷമോ? കുഴപ്പമില്ല, നമുക്ക് അടുത്തിട്ട് ശരിയാക്കാം. പോവാം ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത സിനിമ ബുക്ക് ചെയ്തായിരുന്നു, നമ്മുടെ മറ്റേ പടം മന്ദാകിനി. ഗൈസ് നമ്മൾ മൊത്തം 2 പടം, ഒരു പടം നമ്മൾ കണ്ടിട്ടുണ്ട്, തലൈവൻ ആസിഫിലയുടെ. അതിന്റെ റിവ്യൂ നമ്മൾ ഈ പടം കണ്ടിട്ട് പറയാം. അപ്പൊ നമ്മൾ പോയി മന്ദാകിനി കണ്ടിട്ട് വരാം. ഇവിടെ വലിയ കോമഡി കേട്ടോ. മുറുവിന്റെ സീറ്റിലോട്ട് ഒരു തോട്. നോക്ക്, ഇവിടെ ഇരുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. നോക്ക്, അയ്യോ പോയി അവിടെ പോയി. നീ അപ്പുറത്തിരി. ഇല്ല, നീ ഇവിടെ ഇരുന്നാ മതി. ആരും ഇവിടുന്ന് ഞാൻ മാറത്തില്ല. അപ്പുറത്തിരി. ആരും വരുത്തിരി മാറും. വരും. ആ ഗർഭിണിയുള്ള ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം. മര്യാദ സീറ്റോടല്ലേ പോയി. നമ്മളിവിടെ വാറല്ല, നമ്മള് ഫൈറ്റർ, നമ്മളെ ഋത്തിക് റോഷന്റെ ഫൈറ്റർ കാണാൻ വന്നിട്ട് ഉറങ്ങി 2 ഞാൻ നോക്കിയപ്പോ ഞാൻ മാത്രം സിനിമ കാണുന്നത്. ലാസ്റ്റ് നമ്മള് ഹാഫ് ടൈം ആയപ്പോ എണീറ്റ് പോയി. പടം ഫുള്ള് കണ്ടില്ലെന്ന്. ഭയങ്കര തണുപ്പാണ്. നമ്മളെ ഈ ഇവിടെ ഗ്രീൻഫീൽഡിലാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതുപോലെ ഈ സീറ്റ് ഒരു വേണ്ടായിരുന്നു കേട്ടാ. ഈ തൂണ് കാണത്തില്ല, മറഞ്ഞു കാണും. ഈ തൂണ് കണ്ടില്ലായിരുന്നു ഇവിടെ. അങ്ങനെ കാണൂ. വേറെ വേണ്ട ടിക്കറ്റ്. ഫില്ല. ഓരം പിടിച്ചങ്ങ് ഉറങ്ങിക്കോ. ഇതാ സൗകര്യമായില്ലേ ഇപ്പൊ? എന്തിനു വേണോ? കൊച്ചു തിയേറ്ററിന്റെ അവരുടെ അടുത്ത് പോയി AC കുറയ്ക്കാൻ പറഞ്ഞു കേട്ടോ. എന്തോ പറഞ്ഞെന്ന് ചോദിക്കാം. എന്തോ പറഞ്ഞു? കുറയ്ക്കാന്ന് പറഞ്ഞു. ഹൗസ്ഫുൾ ആടാ, അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറയ്ക്കാന്ന് പറഞ്ഞു. ഭയങ്കര കൂളിംഗ് ആട്ടോ. അന്ന് വന്നപ്പോഴും നമ്മൾ ഇതേ കൂളിംഗ് ആയിരുന്നു. നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ബട്ട് തിയേറ്റർ ചെറിയ തിയേറ്റർ കേസ് നോക്ക്.
കുറച്ച് സീറ്റേ ഉള്ളൂ. കുറച്ച് സീറ്റേ ഉള്ളൂ. കുഞ്ഞു തിയേറ്റർ ആട്ടോ, പക്ഷെ നല്ല തിയേറ്ററാ. ഉറങ്ങാനൊക്കെ അല്ലെ നീ കണ്ടിട്ടില്ലല്ലോ, ഉറങ്ങുമല്ലായിരുന്നു അന്ന് രണ്ടുപേരും. അന്നും ഇതേ കണക്കാ സീറ്റിങ്, ഞാൻ നടുക്ക് ഉറങ്ങുമായിരുന്നു. എവ പ്ലെയിനൊക്കെ പൊക്കി പോയി. പരസ്യം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ മന്ദാകിനി മൂവി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മന്ദാകിനിയല്ല, മന്ദാകിനി. നീ ഭംഗി എന്ന് പറയുന്നവനല്ലേ, അപ്പൊ നിനക്ക് അത്രയും മതി. നമ്മളെ ഈ എഴുതുന്നത് നമ്മൾ പറയുന്നത് തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളാണ്. നമ്മളെ എഴുതുന്ന പോലല്ല സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ ചിലപ്പോ ഭംഗി എന്നൊക്കെ ആവും. കൊല്ലംകാർക്ക് വരൂല. അതിന് തെറിച്ച് ക്യാമറ തെറിച്ച് പുല്ല്, ക്യാമറ തെറിച്ച് പുല്ല്. ഒരു ആവറേജ് പടമായിരുന്നു. ഒരു കല്യാണ വീട്ടില് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, കല്യാണത്തിന് ശേഷവും നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ. കള്ളൂടി ഈ സിനിമയുടെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് കേട്ടോ. സീരിയസ്ലി കള്ളൂടി മെയിൻ ഒരു സംഭവമാണ് ഈ സിനിമയ്ക്കകത്ത്. കള്ളുടിക്കണ ഭയങ്കര നാച്ചുറാലിറ്റി. നമ്മളെ അങ്കമാലി ഡയറീസിൽ മറ്റേ പാമ്പ് കറി തിന്നുന്ന ഒരു പുള്ളി അറിയാമോ? ബസ്സിനകത്ത് വെച്ചിട്ട് ആ പുള്ളിയുടെ കള്ളുടി സീരിയൽ. പുള്ളി കള്ളു കുടിച്ചിട്ടാണോ? റിയാലിറ്റിയാ പുള്ളി. ജാഫ്രിഡിക്ക് പെർഫോമൻസ് പറഞ്ഞു വരുന്നുള്ളൂ. പുള്ളി രണ്ടാമത് വന്നിട്ട് ഒരു ഒറ്റ ഷോട്ടിലുള്ള ഒരു സംഭവം, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ സിനിമ ഒരു ആവറേജ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നും സിനിമയിലൊന്നുമില്ല. ഒരു ആവറേജ് OTT പടം. എനിക്ക് എന്താ OTT പടമാണ് എനിക്ക് തോന്നിയത്. ഈ ചെറിയൊരു സാധനത്തിന് ഇങ്ങനെ വലിച്ചു നീട്ടി വലിയൊരു കഥയാക്കി അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. നല്ല ലാഗായിരുന്നു, നല്ല കണക്ക് ബോറടിച്ച്. പിന്നെ ഉറങ്ങാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു, കാരണം AC ഭയങ്കര കൂടുതലായിരുന്നു. പരദൂഷണം പറയുന്ന അമ്മായിമാരെ കുറച്ച് ഇച്ചിരി നയൻതാരയൊക്കെ വെച്ച് പറയണ കുറച്ച് കൂടി പോയി, ക്രിഞ്ചായി പോയെന്ന് തോന്നി. പക്ഷെ ബാക്കിയുള്ള എല്ലാ ആക്ട്രസിന്റെയും ആക്ടറിന്റെയും എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. വിളമ്പ് കൊഴപ്പില്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കാണ്. ഉറങ്ങിയെന്ന് ഉറങ്ങിയില്ല, തൂണിച്ചാരിയിരുന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് പടം ഒന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ കള്ളുടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് കള്ളുടിക്കാൻ ഇവര് ചിരിക്കുന്നെങ്കിൽ എനിക്ക് അത്ര ചിരി വരുന്നില്ല. ചിലയിടത്തൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, ചിലയിടത്തൊക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലേ, അതിന്റെ ഒന്നും അല്ല, സാധനം ഒന്നും ഇല്ല, കണ്ടന്റ് ഇല്ല സിനിമയ്ക്കകത്ത്. ഒരു ചെറിയ സാധനം ഭയങ്കര വലിച്ചു കീട്ടി കൊണ്ടുപോകുന്ന ഒരു ഫീല്. പാട്ട് തന്നെ ഒരു ഡ്രൈവിങ്ങിന് ഒരു സ്ഥലത്ത് വരെ പോകുന്നത് തന്നെ അതൊരു പാട്ടാക്കി, അതിലും കുറെ ഡ്യൂറേഷൻ കളഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി പടം. അകൈസ്, അപ്പോൾ നമ്മൾ ആസിഫലിയുടെ ബിജുമേനന്റെ തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഇന്നലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെറുത്ത് സൂപ്പർ മൂവി ആയിരുന്നു. എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ഒന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല, ആരും അങ്ങനെ അറിഞ്ഞില്ല സിനിമയുടെ കാര്യം. പക്ഷെ അടിപൊളി സിനിമയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രൈം ത്രില്ലർ സാധനമൊക്കെ. നമ്മൾ എന്താവും സത്യം പറയാൻ നമുക്ക് പല ക്രൈം സിനിമയ്ക്കകത്ത് ഒരു ഹാഫ് ടൈം വരെ വരുമ്പോഴത്തേക്കും നമുക്ക് പിടികിട്ടും. ഇതങ്ങനെ നടക്കും. ഇത് നമുക്ക് ഒന്നും പിടികിട്ടത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ക്ലൈമാക്സിന് മാത്രമേ നമുക്ക് എന്തെങ്കിലും കത്തത്തുള്ളൂ. അടിപൊളി ബ്രില്യൻ. ആസിഫലിയും ബിജു മേനോനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് പാർട്ട് 2 ഇനിയുണ്ട്. സത്യം പറയാൻ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ബ്രില്യൻ മൂവിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടു നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുറി കണ്ടില്ലായിരുന്നാ? എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി സിനിമയായിരുന്നു. നമ്മള് ഈ 2 പടത്തിന്റെ നമ്മൾ പറഞ്ഞത് നമ്മളെ എല്ലാ റിവ്യൂലും നമ്മൾ പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടു റോഡിലിരുന്ന് ഔട്ടർ എടുക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മിനിറ്റ് ഗ്യാസ് ഭയങ്കര ഇതാക്കി ആ പിള്ളേരൊക്കെ നോക്കി അത് ഔട്ടർ പറഞ്ഞാൽ മതി. ഗ്യാസ് വന്നപ്പോ അപ്പുറത്ത് ചിരിച്ച് ഇല്ല, സത്യമായിട്ട് ഗ്യാസ് വന്നതാ. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള വെറൈറ്റി ഞാൻ ബൈ ബ്ലൂം അടിച്ചത് കിട്ടിയില്ല. ബൈ, അടുത്ത വീഡിയോ കാണാം. ഔട്ട്രോയില് കിട്ടിയില്ലെന്ന് കണ്ണിൽ മലർന്ന പൂവേ മണയൂനീ ഈർപ്പൂവിന്റെ കവിൾ തലോ